എല്ലാവർക്കും നമസ്തേ. ലതീസ് ഹൗസിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ വീട്ടിൽ വയ്ക്കുന്ന ഒരു കടലക്കറിയാണ്. എല്ലാവരും കൂട്ടി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കടലക്കറിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നമ്മളിത് 5 പേർക്ക് കഴിക്കാൻ ആവശ്യമുള്ള കടലക്കറിയുടെ റെസിപ്പിയാണ് പറയാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഈ കപ്പിൽ 2 കപ്പ് നമ്മൾ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചേക്കണത്. അത് നമുക്ക് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 4-5 വട്ടം ഞാൻ വെള്ളത്തിൽ കഴുകി വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു വലിയ സവാള ചെറിയ ചതുര കഷ്ണമാക്കിയിട്ട് മുറിച്ച് വെച്ചത്, 2 വലിയ പച്ചമുളക് കേട്ടോ, 2 പച്ചമുളക്, പിന്നെ ഒരു വലിയ തക്കാളി, 1 ഇഞ്ച് നീട്ടത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി അല്ലി, ഒരു ബേ ലീഫ്, പിന്നെ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ കപ്പിൽ 4 കപ്പ് വെള്ളം എടുത്തതാണ് കേട്ടോ. ഇത് 4 കപ്പ് വെള്ളം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഞാൻ ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം 25 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൂട്ടി എടുക്കാം. വിസിൽ വന്നതിന് ശേഷം 25 മിനിറ്റ് വേവിച്ച കടല നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കടല നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കറിയിൽ കടുക് തളിച്ച് അരപ്പ് ചേർക്കാൻ പോവുകയാണേ. അതിനിതേ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്, പൊട്ടട്ടെ. മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ, ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. കടുക് പൊട്ടി, മുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് ഉള്ളി കൂടി ഒന്ന് മൂത്ത് വരട്ടെ. ഞാനൊരു 7 ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇതിലിട്ടേക്കണത് കേട്ടോ. ഇനി ഏകദേശം ഒരു മൂപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂണ് മുളക് പൊടി. ഞങ്ങൾക്ക് ഇവിടെ എരിവ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ, നിങ്ങൾ നോക്കിയിട്ട് ഇടണേ. ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി, ഒരു മൂത്ത മുളകും മല്ലിയൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു മസാലയും കുറച്ച് ചേർക്കണുള്ളൂ. ഒരു 1/2 ടീസ്പൂണ്. ഇവിടെ നമ്മൾ പൊടിച്ച് വെച്ചേക്കണ മസാലയാണ്. രണ്ട് തണ്ട് കറിവേപ്പില, മൂത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഒഴിക്കാൻ പോവാണേ. നമ്മുടെ കറി ഒന്ന് തിളച്ചതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നോക്കിയിട്ട് കൂടുതലോ കുറവോ നോക്കിയിട്ട് ഇച്ചിരി വേണമെങ്കിൽ ഇട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ കടലക്കറി.
ഇപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ.